ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നിങ്ങൾ തമ്മിൽ കണ്ട കണക്ക് തന്നെ ഇന്നത്തെ പ്രോഡക്റ്റ് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പിഗ്മെന്റേഷൻ മാറാനും പിമ്പിൾസ് മാറാനും അൺഈവൻ സ്കിൻ ടോൺ മാറാനും എനിക്ക് പേഴ്സണലി യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഏതൊക്കെയാണെന്നാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഞാൻ പറയാൻ പോണത് അണ്ടർ ആം പിഗ്മെന്റേഷൻ ആണ്. എനിക്ക് അത്ര പിഗ്മെന്റേഷൻ ഇല്ലെങ്കിലും ബട്ട് സ്റ്റിൽ ചെയ്യൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ യൂസ് ചെയ്തത് ഈ ഒരു പ്രൊഡക്റ്റ് ആണ്. ബോഡി വൈസിന്റെ 4% AHA അണ്ടർ ആം ബോൺ. ഈ ഒരു പ്രൊഡക്റ്റ് ആണ് ഞാൻ യൂസ് ആക്കിയത്. ഇതിൽ വേറെ ഞാൻ റിവ്യൂസ് ഒക്കെ കണ്ട വിത്തിൻ 1 month ചേഞ്ചസ് ഒക്കെ ഉണ്ടാവുന്നതാണ്. ഞാൻ അറൌണ്ട് ഒരു 2 to 3 months യൂസ് ആക്കിയതിന് ശേഷമാണ് കുറച്ചെങ്കിലും പിഗ്മെന്റേഷന്റെ amount റെഡ്യൂസ് ആയ കണക്ക് എനിക്ക് ഫീൽ ആയത്, മീൻസ് ഫേഡ് ഔട്ട് ആയത് കുറച്ച് ഒരു 2 to 3 months യൂസ് ആക്കിയതിന് ശേഷമുള്ളൂ. 1 month യൂസ് ആക്കിയൊന്നും പറഞ്ഞാൽ ചേഞ്ചസ് ഒന്നും കാണാൻ പോകില്ല. കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ആക്കണം. ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ യൂസ് ആക്കിയതിന് ശേഷമാണ് എനിക്ക് നല്ല ചേഞ്ചസ് ഉണ്ടായിരുന്നത്. നല്ലൊരു ഓർഡർ ഉള്ള അണ്ടർ ആം റോളാണ്. നമ്മളെ ജോൺസൺസ് ബേബിയുടെ ആ പ്രൊഡക്റ്റിന്റെ ഒരു സ്മെല്ലില്ലേ, ആ ആ ടൈപ്പ് ഓഫ് ഫ്രാഗ്രൻസ് ആണ് ഇതിനുള്ളത്. അത്ര ഹാർഷ് ഫ്രാഗ്രൻസ് ഒന്നുമല്ല, നല്ലപോലെ യൂസ് ആക്കാനും പറ്റും. എനിക്ക് തോന്നുന്നു ഒരു അറൗണ്ട് ഒരു 12 hours മോർ ഈ ഇതിന്റെ ഓർഡർ സ്റ്റേ ചെയ്യും. ഉള്ളത് എന്തിനാന്ന് വെച്ചാൽ ഇറ്റ് ഹെൽപ്സ് ഇൻ ബ്രൈറ്റൻ ചെയ്യാനും പിഗ്മെന്റേഷൻ മാറാനും ഈവൻ സ്കിൻ ടോൺ ആക്കാനും വേണ്ടിയിട്ടാണ് AHന്റെ അകത്ത് യൂസ് ആക്കുന്നത്. BHA എന്ന് പറയുന്നത് നമ്മൾ ഡേർട്ട് ഓയിൽ കൺട്രോൾ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് BHA യൂസ് ആക്കുന്നത്. അപ്പൊ ഈ രണ്ട് പ്രൊഡക്റ്റും കൂടി ചേരുമ്പോഴത്തേക്കും നമ്മൾ അണ്ടർ ആം പിഗ്മെന്റേഷനിൽ ചില ചേഞ്ചസ് വരുത്തുകയും ചെയ്യും. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. യൂസ് ആക്കാൻ അത്ര റേറ്റ് ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു 300 സംതിങ് ആണ് ഇത് വരുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യും. അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മിനിമലിസ്റ്റിന്റെ ആൽഫ ആർബിറ്റിന്റെ പ്രൊഡക്റ്റ് ആണ്. ഇതെന്ന് പറയുന്നത് ഫേസ് പിഗ്മെന്റേഷൻ ഒക്കെ നല്ലതുപോലെയുണ്ട്. ഈ ഫോർഹെഡ് ഏരിയാസ്, ഷീക്ക് ഏരിയാസ്, മൗത്ത് അറൗണ്ട് ഒക്കെ ഭയങ്കര പിഗ്മെന്റേഷൻ ഉണ്ടായിരുന്നു. എനിക്ക് ഫേഡ് ഔട്ട് ആയി തുടങ്ങി, റിസൾട്ട് കാണുന്നുണ്ട്. ഞാൻ ഇപ്പൊ എനിക്കൊന്ന് അറൗണ്ട് 2 months ആയിട്ട് ഇപ്പൊ യൂസ് ആക്കുകയാണ് ഈ പ്രൊഡക്റ്റ്. ഇപ്പൊ റിസൾട്ട് എന്തായാലും കാണുന്നുണ്ട്. ഇതിൽ ആൽഫ ആർബിറ്റിൻ ഉള്ളത് കൊണ്ട് പിന്നെ നമ്മളെ പിഗ്മെന്റേഷൻസ് ഒക്കെ ഫേഡ് ആവാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ പ്രൊഡക്റ്റ്. നമ്മളെ ഫേസിലെ ഡാർക്ക് സ്പോട്ട്സ്, പിന്നെ അൺഈവൻ സ്കിൻ ടോൺ ഒക്കെ ഈ പ്രൊഡക്റ്റ് യൂസ് ആക്കിയതിനു ശേഷം നല്ലപോലെ ചേഞ്ചസ് ഉണ്ടാകും. ഈവൻ ആകുമ്പോൾ സ്കിൻ ടോൺ, ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കുറയ്ക്കും. പിഗ്മെന്റേഷൻ, ഹൈപ്പർ പിഗ്മെന്റേഷൻ ആയാലും നല്ലപോലെ ചേഞ്ചസ് ഉണ്ടാകും കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ആക്കിയാൽ. ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഇത് എനിക്കൊന്ന് അണ്ടർ ഒരു 450 സംതിങ് ആ റേഞ്ചിലാണ് ഈ പ്രൊഡക്റ്റ് വരുന്നത്. ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതാണ്. സെൻസിറ്റീവ് സ്കിൻകാർക്ക് യൂസ് ആക്കാമോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇതിലെല്ലാം സ്കിൻ ടൈപ്സിനും യൂസ് ആക്കാമെന്നാണ് പറയുന്നത്. പാച്ച് ടെസ്റ്റ് യൂസ് ആക്കിയിട്ട് മാത്രം യൂസ് ആക്കി നോക്കും. ഡൾ സ്കിൻ ഉള്ളവർ, ഹൈപ്പർ പിഗ്മെന്റേഷൻ, അൺഈവൻ സ്കിൻ ടോൺ, ആക്നെ ബോൺ സ്കിൻ ടോൺ, ഇതൊക്കെ ഉള്ളവർക്കൊക്കെ യൂസ് ആക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ്. നല്ല ചേഞ്ചസ് ഉണ്ട്, കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ആക്കണം. ഇതിന്റെ നല്ലൊരു ടെക്സ്ചർ ആണ് ഇതിനുള്ളത്. പലതുപോലെ പെട്ടെന്ന് അങ്ങ് ബ്ലെൻഡ് ആയി പോകുന്നുണ്ട് ഈ ടെക്സ്ചർ. എല്ലാവരും ഇത് യൂസ് ആക്കി, പിഗ്മെന്റേഷൻ ഉള്ളവർ യൂസ് ആക്കി നോക്കുക. എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട്. എനിക്ക് പിഗ്മെന്റേഷൻ ഒക്കെ ഫേഡ് ഔട്ട് ആയി തുടങ്ങുന്നുണ്ട്. ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്, ഈ ഒരു പ്രൊഡക്റ്റ് തന്നെ എനിക്കൊന്ന് ഒരു 3 ബോട്ടിൽ യൂസ് ആക്കിയിട്ടുണ്ട്. അത്രയ്ക്ക് ലൈഫ് സേവർ പ്രൊഡക്റ്റ് ആയിരുന്നു. ഞാൻ 2 ഇമേജ് കാണിച്ചു തരാം. എൻ്റെ സ്കിൻ പിമ്പിൾസ് വന്ന ടൈമിൽ എൻ്റെ സ്കിൻ ഇങ്ങനെയായിരുന്നു. അത് ഇപ്പോ ഇതാ പിമ്പിൾസും മാറി, ആക്നേസും മാറി, എല്ലാം മാറി. ഞാൻ അറൌണ്ട് 3 ബോട്ടിൽസ് ഇത് യൂസ് ആക്കിയിട്ടുണ്ട് ഈ ഒരു പ്രൊഡക്റ്റ്. ബാക്കി 2 ബോട്ടിൽ ഇവിടെ കളഞ്ഞു, തീർന്നത്തെയും കളഞ്ഞു. ഇത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഡെർംഡോക്കിന്റെ 10% നൈസിനമൈഡ് സെറമാണ് ഈ ഒരു പ്രൊഡക്റ്റ്. ഇത് ഫസ്റ്റ് ടൈം ആണ് നൈസിനമൈഡ് പ്രൊഡക്റ്റ് യൂസ് ആക്കുന്നത്. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് നൈസിനമൈഡ് ഏറ്റവും ലോ പെർസെന്റേജ് യൂസ് ആക്കണമെന്നാണ്, 5% യൂസ് ആക്കണമെന്നാണ്. പക്ഷെ ഞാൻ ഡയറക്ട്ലി 10% ആണ് യൂസ് ആക്കിയത്. പക്ഷെ എനിക്ക് വേറെ പ്രശ്നമൊന്നും വന്നിട്ടില്ല. ഞാൻ റിവ്യൂസ് കണ്ടിട്ട് പെട്ടെന്ന് ഇതങ്ങ് ഓർഡർ ചെയ്ത് യൂസ് ആക്കിയാണ്. പക്ഷെ എനിക്ക് വേറെ 10% ഡയറക്റ്റ് യൂസ് ആക്കിയതുകൊണ്ട് എനിക്ക് വേറെ പ്രശ്നമൊന്നും വന്നിട്ടില്ല. എന്നും വരെ നിങ്ങൾ ആരും അങ്ങനെ യൂസ് ആക്കാണ്ട് എനിക്ക് പ്രശ്നം വന്നാലോ അതുകൊണ്ട് അറിയത്തില്ല. പക്ഷെ എനിക്കിതൊരു ലൈഫ് സേവർ പ്രൊഡക്റ്റ് ആയിരുന്നു. എൻ്റെ പിമ്പിൾസും ആക്നെ മാർക്സും ഡാർക്ക് സ്പോട്ട്സും എല്ലാം നല്ലതുപോലെ ഫേഡ് ഔട്ട് ആയി തുടങ്ങി. എല്ലാം പ്രൊഡക്റ്റ് ഞാൻ എല്ലാവർക്കും ഇത് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും.
എനിക്ക് ലൈഫ് സേവർ അല്ലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൊഡക്ട്സ് ആണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. വേറെ കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട്, അത് വേറൊരു വീഡിയോയിൽ കാണിക്കാം. ഇപ്പോഴത്തെ എനിക്ക് ടോപ്പ് 3 പ്രൊഡക്ട്സ് ആണ്. ഒന്ന് ഈ ഡെർമഡോക്കിന്റെ 10% നൈസിനമൈഡ് സെറം, പിന്നെ മിനിമിനിസ്റ്റിന്റെ ആൽഫ ആർബിറ്റിൻ സെറം, പിന്നെ ബോഡി വൈസിന്റെ അണ്ടർ ആം റോളർ 4% AHA. ഈ 3 പ്രൊഡക്റ്റ് എനിക്ക് പേഴ്സണലി ഒരു ഫേവറേറ്റ് ലൈഫ് സേവർ പ്രൊഡക്റ്റ് ആണ്. വിസിബിൾ ചേഞ്ചസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത്. നമ്മൾ എല്ലാ പ്രൊഡക്റ്റ് അതിൻ്റെതായ രീതിയിൽ ലൈക്ക് ഡേ ആൻഡ് നൈറ്റ് ട്വൈസ് എ ഡേ നമ്മൾ കറക്റ്റ് യൂസ് ആക്കുകയാണ്, കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ആക്കുകയാണെങ്കിൽ അതിനുള്ള വിസിബിൾ ചേഞ്ചസ് എന്തായാലും കാണും. ഇന്ന് ചെയ്ത് ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന് കാത്തിരുന്നാൽ നമുക്ക് ആ ചേഞ്ചസ് നമുക്ക് അറിയാൻ പറ്റത്തില്ലേ. കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നോ നമുക്ക് ടൈം എടുത്തിട്ടാണെങ്കിൽ റിസൾട്ട് അറിയാൻ പറ്റും. ഇട്ട ഉടനെ നെക്സ്റ്റ് വീക്ക് തന്നെ റിസൾട്ട് അങ്ങനെയൊന്നും കാണത്തില്ല. ചിലത് 2 months 3 months കഴിഞ്ഞ ശേഷം മാത്രമേ എടുക്കത്തുള്ളൂ. ഞാൻ തന്നെ എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ആഫ്റ്റർ സെക്കൻഡ് ബോട്ടിൽ യൂസ് ആക്കി പകുതി ശേഷമാണ് എനിക്കില്ല ചേഞ്ചസ് എന്ന് പറയുന്നത്. എനിക്ക് വീണ്ടും ഇഷ്ടപ്പെട്ടു, അങ്ങനെയാണ് ഞാൻ ഇത് ഇട്ടത്, വീണ്ടും വാങ്ങിയത് തന്നെ ഈ പ്രൊഡക്റ്റ്. എന്റെ ലൈഫ് സേവർ പ്രൊഡക്ട്സ് ഇതാ ഇത് ഇത്രയൊക്കെയാണ് എനിക്ക് ടോപ്പ് ഫേവറേറ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഇതൊക്കെയാണ് എൻ്റെ. പുതിയ വീഡിയോസിനെ കാത്തിരിട്ട് ഇനി ഞാൻ ഇതേപോലത്തെ എനിക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ്, എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് യൂസ് ചെയ്ത് എനിക്ക് അത് ഫ്ലോപ്പ് ആയോ അല്ലെങ്കിൽ അത് നല്ല റിസൾട്ട് ആണോ എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള റിവ്യൂ ഒക്കെ ഞാൻ ഇനി ഇടുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.